നമ്മൾ മലയാളികൾ പൊതുവെ പലരെയും കോമണായി വിളിക്കുന്ന ഒരു പേരുണ്ട്, ക്ണാപ്പൻ. എടാ ക്ണാപ്പ, എന്ത് ക്ണാപ്പ് പരിപാടിയാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പലരോടും ചോദിക്കാറുമുണ്ട്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പദവുമാണ്. നമ്മുടെ കൂട്ടുകാരുടെ ഗ്യാങ്ങിലൊക്കെ സ്ഥിരമായി മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ആളെയും അല്ലെങ്കിൽ അത്തരത്തിൽ അബദ്ധങ്ങളിൽ പെടുന്ന ആളെയുമൊക്കെ നമ്മൾ പലപ്പോഴും ക്ണാപ്പൻ എന്നുള്ള ഒരു പദപ്രയോഗം കൊണ്ടാണ് നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കാറ്. എന്നാൽ ഈ ക്ണാപ്പൻ എന്ന് പറയുന്ന പദം എവിടെ നിന്നും വന്നു എന്ന് നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ സത്യത്തിൽ ക്ണാപ്പൻ എന്നു പേരുള്ള ഒരു വ്യക്തി ജീവിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. മലബാറിൻ്റെ മജിസ്ട്രേറ്റും അസിസ്റ്റൻ്റ് കളക്ടറുമായിരുന്ന ഒരു ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നിന്നാണ് ഈ ക്ണാപ്പ് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ പദപ്രയോഗം രൂപം കൊണ്ടിരിക്കുന്നത്. സർ ആർതർ റോലാൻഡ് ക്ണാപ്പ് എന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് മരണപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷവും കഴിവുകേടിൻ്റെയും വിഡ്ഢിത്തത്തിൻ്റെയും പര്യായമായി പേര് ഉപയോഗിക്കപ്പെടുന്ന ഈ ഹതഭാഗ്യൻ. പേര് വന്നതിൻ്റെ ചരിത്രം നമുക്ക് അറിയില്ലെങ്കിലും ക്ണാപ്പൻ എന്ന് പറയുന്ന ഈ പദപ്രയോഗം നമുക്കിടയിൽ പ്രമുഖനായി ഇപ്പോഴും ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. 1891 മലബാറിൻ്റെ മജിസ്ട്രേറ്റും അസിസ്റ്റൻ്റ് കളക്ടറുമായിരുന്നു സർ ആർതർ റോലാൻഡ് ക്ണാപ്പ്. 1899 റവന്യൂ വകുപ്പ് അണ്ടർ സെക്രട്ടറിയായി ഇദ്ദേഹത്തെ നിയമിക്കപ്പെട്ടു. മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിലേക്കും ക്ണാപ്പൻ നോമിനേറ്റ് ചെയ്യപ്പെട്ടു. 1920 മലബാറിലെ പോലീസുകാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഗവർണർ ഇദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ ക്ണാപ്പൻ്റെ റിപ്പോർട്ട് പ്രകാരം പോലീസുകാരുടെ ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അന്ന് തഴയപ്പെട്ടു. ഇതിൽ ക്ഷുഭിതരായ പോലീസുകാർ കൊള്ളാത്ത പരിഷ്കാരം എന്ന അർത്ഥത്തിലാണ് ക്ണാപ്പ് പരിഷ്കാരം എന്ന് ഇതിനെ വിമർശിച്ചത്. ഇതോടൊപ്പം ഇദ്ദേഹം റവന്യൂ വകുപ്പിൽ ഉൾപ്പെടെ നടത്തിയ ചില പരിഷ്കാരങ്ങളും പിൻകാലത്ത് വിഡ്ഢിത്തമായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു. ഇതോടെ ഈ കഴിവുകേടിൻ്റെയും വിഡ്ഢിത്തത്തിൻ്റെയും പര്യായമായാണ് അന്ന് ക്ണാപ്പ് എന്നുള്ള ഈ പേര് രൂപം കൊള്ളുന്നത്. 1954 83-ാം വയസ്സിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. പക്ഷേ ഈ ക്ണാപ്പ് എന്നുള്ള പേര് പിന്നീട് കാലഹരണപ്പെട്ട് ക്ണാപ്പൻ എന്നായി. മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെയും ഈ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്.